നമ്മുടെ നാട്ടിൽ മക്കൾക്ക് ഒരു 25 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരെ പറ്റി നടക്കുന്ന പ്രധാന ചർച്ച വിഷയം അവരുടെ കല്യാണമായിരിക്കും. അങ്ങനെയുള്ള ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെയൊക്കെ ഒരു സിനിമ പറയുകയാണ്, ഇതാ നിങ്ങളെ ഞങ്ങൾ കേൾക്കുന്നു, നിങ്ങളെ ഞങ്ങൾ കാണുന്നു എന്ന്. സിനിമയുടെ പേര് സ്ഥൽ. ഇതൊരു മറാഠി ചിത്രമാണ്. സിനിമയുടെ കഥ നടക്കുന്നത് മഹാരാഷ്ട്രയിലെ ഒരു ഉൾഗ്രാമത്തിലാണ്. സവിത എന്ന പേരുള്ള ഡിഗ്രി 3ാം വർഷ വിദ്യാർത്ഥിയാണ് സിനിമയിലെ നായിക. അവളുടെ അച്ഛൻ ഒരു പരുത്തി കർഷകനാണ്, അമ്മയും അതേ തൊഴിൽ ചെയ്യുന്നു. സഹോദരന് ജോലിയൊന്നും ആയിട്ടില്ല. അവളുടെ വീട്ടിലെ പ്രധാന ചർച്ച അവളുടെ കല്യാണമാണ്. അവളുടെ വീട്ടിൽ മാത്രമല്ല, അവളുടെ ചുറ്റുവട്ടത്തും കല്യാണമാണ് ചർച്ചാ വിഷയം. ഒരു പെണ്ണുകാണെന്നും ആരംഭിച്ച് ഒരുപാട് പെണ്ണുകാണലിലൂടെ സഞ്ചരിച്ചാണ് സിനിമ കഥ പറയുന്നത്. വിമൻ എംപവർമെൻറ്റിനെ കുറിച്ച് പ്രസംഗിക്കുന്ന സമൂഹത്തിൻ്റെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുകയാണ് ഈ സിനിമ. ഒരർത്ഥത്തിൽ നമ്മുടെ ജെ ഹെഡയും ലാപ്പത്ത ലേഡീസിൻ്റെയൊക്കെ ഗ്രാമത്തിലുള്ള ഒരു കസിനായിട്ട് നമുക്ക് ഈ സിനിമയെ കണക്കാക്കാം. മുമ്പ് അഭിനയിച്ച് പരിചയമില്ലാത്ത നോൺ ട്രെയിൻഡായ ആക്ടേഴ്സിനെ വെച്ചാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമജീവിതങ്ങൾക്ക് വളരെയധികം റിലേറ്റബിലിറ്റിയും തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭയങ്കര റോനെസ്സും ഫീൽ ചെയ്യുന്നുണ്ട്. മാച്ച് മേക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന സിനിമ പാട്രാക്കിയുടെ തലയ്ക്ക് നല്ല കൊട്ട് കൊട്ടുന്നുണ്ട്. ഗൗരവമുള്ള വിഷയം പറയുമ്പോഴും സട്ടിലായ തമാശ അവതരിപ്പിച്ചാണ് സിനിമ രസിപ്പിക്കുന്നത്. പെണ്ണുകാണൽ രംഗത്ത് അവരൊരു പശുകിടാവിനെ പ്ലേസ് ചെയ്യുന്നതോ, സാവിത്രിബായി ഫുലെയെക്കുറിച്ച് പ്രസംഗിക്കുന്ന സ്കൂളിൻ്റെ മുറ്റത്തിരുന്ന് സ്ത്രീധനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, മാർക്കറ്റിൽ ഇരുന്നിട്ട് ഫോണിലൂടെ സ്ത്രീധനം കൂട്ടണം കുറയ്ക്കണം എന്നൊക്കെ പറയുന്നത്, ഇത്തരം രംഗങ്ങളൊക്കെ സിനിമയെ ഭയങ്കര ലൈവ് ആക്കുന്നുണ്ട്. നായിക വേഷം ചെയ്ത നന്ദിനി ചിക്തയുടെ വളരെ സട്ടിലായ അഭിനയവും അച്ഛൻ കാവത്തിന് ചെയ്ത നടൻ്റെ ഡ്രമാറ്റിക്കായ അഭിനയം കൂടെ ചേർന്ന് സിനിമയ്ക്ക് നൽകുന്ന ഡൈനാമിക്സ് വളരെ മനോഹരമാണ്. കഥ നടക്കുന്നത് അങ്ങ് മഹാരാഷ്ട്രയിലാണെങ്കിലും നമുക്ക് ചുറ്റിനും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ നടക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന സിനിമയാണ് സ്ഥൽ. അപ്പോൾ എല്ലാവരും സിനിമ കാണുക, കണ്ട അഭിപ്രായം പറയുക. സമാനമായ സിനിമകളുണ്ടെങ്കിൽ അത് നിർദ്ദേശിക്കണം.